പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വയനാട് തന്നെയാണ് ഉള്ളത്. വയനാട് തൽക്കാലം അങ്ങനെ പോകാനും കഴിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നും നമ്മൾ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ട വേദനയുടെ ദിവസമാണ്. ആ വേദനയുടെ ദിവസങ്ങൾക്കിടയിലും, വലിയ വേദനകൾക്കിടയിലും, കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ട വലിയ വേദനകൾക്കിടയിലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് എന്നീ 9ാം ദിനം ഇവിടുത്തെ ഈ മേഖലയിലുള്ളവർ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനുകൂടി മറുപടി തേടേണ്ട ദിവസമാണ്. അതുമാത്രമല്ല, ഉടുതുണിക്ക് മറുതുണിയില്ല അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന രീതിയിൽ ആ രാത്രി ഉരുൾ പൊട്ടിയിറങ്ങിയപ്പോൾ അവിടുന്ന് ഓടി വന്നവരാണ്. 5 പൈസയുടെ ചില്ലിക്കാസ് കയ്യിലില്ലാത്തവരാണ്. അപ്പോൾ ഏത് രീതിയിൽ ധനസഹായം, അതെപ്പോൾ, ഏത് രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ജീവിക്കാനുള്ള വകുപ്പുകളൊക്കെയും പോയവരാണ്. അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വേദനകൾ ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വേദനകൾക്കൊപ്പം അവരുടെ മുന്നോട്ടുള്ള ജീവിതം, വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യം കുറച്ചുകൂടി ഉച്ചത്തിൽ ഉയർത്തി തുടങ്ങേണ്ട സമയമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മേപ്പാടിയിൽ ചേരുന്നു. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുണ്ട്, ദുരന്തബാധിതരുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്, ഡോക്ടർമാരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ടവരുമായി നമ്മൾ അടുത്ത 1 മണിക്കൂർ സംസാരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വയനാടിന്റെ മുന്നോട്ടുള്ള വഴി എന്താണ്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിന്ന് പുഞ്ചേരി വട്ടത്തും മുണ്ടക്കയിലുമൊക്കെ പോയ ദിവസം കൂടിയാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, ദുരിതാശ്വാസ ക്യാമ്പിലുള്ള കൂടുതൽ പേർ ഈ മേഖലകളിലേക്ക് കയറി അന്ന് ആ രാത്രി ഇറങ്ങി വന്നവരാണ്, ഓടി ഇറങ്ങി വന്നവരാണ്. തിരികെ അവരുടെ വീടിരുന്ന സ്ഥലത്തേക്കൊക്കെ പോയി നോക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വേദനാജനകമാണ്. അവിടെ വീടിരുന്ന സ്ഥലത്ത് ചിലയിടത്ത് തറ മാത്രമേ ഉള്ളൂ, ചിലയിടത്ത് മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്ന ഓടിന്റെ കഷ്ണങ്ങൾ മാത്രം കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ആ വീടിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ച, അതിന് കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകരുതേ എന്നത് മാത്രമാണ് ആഗ്രഹം, പ്രാർത്ഥന. കുറെ അധികം ആളുകൾ നമുക്കൊപ്പം ഇന്നുണ്ട്. നമ്മൾ അവരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? മോഹൻദാസ് അല്ലേ? മോഹൻദാസ്. ഞാൻ ചൂരന്മല ഈ ഉരുൾപൊട്ടലിൽ പെട്ട ഒരാളാണ്. നമ്മുടെ പ്രദേശത്ത് 3 വാർഡാണ് പൂർണ്ണമായി നശിച്ചത്. അതായത് 10, 11, 12. അതിൽ 11ലെയും 12ലെയും പൂർണ്ണമായിട്ട് ഏകദേശം ആൾക്കാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ 100 പേരുണ്ടെങ്കിൽ 85 പേര് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. എല്ലാവരും അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല. ഞങ്ങളെല്ലാം ഏക സഹോദരങ്ങളെ പോലെ ജീവിച്ച് ഞങ്ങളുടെ കൂട്ടുകാർ ആരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ 3 വാർഡിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, വീട് പോയവരുണ്ട്, പോകാത്തവരുണ്ട്, വീട് കുലുങ്ങിയവരുണ്ട്, അല്ലാത്ത ആൾക്കാരെല്ലാം ആ പ്രദേശത്തുണ്ട്. പക്ഷേ ഈ വീട് പോയവർക്കും മറ്റുള്ളവർക്കും മാത്രമല്ല ആനുകൂല്യം. ആ പ്രദേശത്തെ ഈ 3 വാർഡിലെ ആൾക്കാരെ മൊത്തത്തിൽ നമ്മുടെ സർക്കാർ, അത് കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുജനങ്ങളായാലും മറ്റ് സംഘടനകളായാലും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് ഈ 3 വാർഡിലുള്ള മുഴുവൻ ജനങ്ങളെയും, വീട് പോയവരെയും പോകാത്തവരെയും, പിന്നെ പകുതി പോയവരുണ്ട്, മുഴുവൻ പോയവരുണ്ട്, ഒന്നും പോകാത്തവരുണ്ട്, ആ പ്രദേശത്തിന് ജീവിക്കാൻ കഴിയില്ല. അവരെ എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് അവരെ എല്ലാവരെയും ആ പ്രദേശത്തു നിന്ന് മാറ്റി ഒരേ രീതിയിൽ ഒരിടത്ത് തന്നെ താമസിപ്പിച്ച് ഒരേ മേഖലയിൽ, അവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബന്ധങ്ങളും ലോഹ്യങ്ങളും ഒക്കെ മാറും. അതൊന്നും പോരാതെ ഇവരെല്ലാം ഒരേ വില്ലേജിലേക്ക് അണിനിരത്തിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഈ 3 വാർഡുകാരെ ഞങ്ങളിപ്പോൾ എങ്ങനെ താമസിക്കുന്നു ആ രീതിയിൽ തന്നെ അവിടെ ഞങ്ങൾ ഒത്തുകൊള്ളിക്കണമെന്ന് സർക്കാരിനോടും വിനീതമായിട്ട് എല്ലാ വ്യക്തികളോടും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് ഈ നാടിന് വേണ്ടി ഒത്തൊരുമിച്ചത് എങ്ങനെയാണെന്ന് നമ്മുടെ കേരളം കാണിച്ചു കൊടുത്തു മറ്റു സംസ്ഥാനങ്ങൾക്ക്. എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് സർക്കാരോട് ചെയ്യേണ്ടത് എന്താണ്? എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുനരധിവസിപ്പിക്കാൻ ചെയ്യണം. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ടൗൺഷിപ്പ് ആലോചനയിലുണ്ട്, കാര്യങ്ങൾ ആലോചനയിലുണ്ട്. അതൊക്കെ എന്തായാലും കുറച്ച് സമയം എടുക്കുന്നതാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, അടുത്ത 2 ആഴ്ച സർക്കാർ ഈ ക്യാമ്പിലുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? എത്രയും പെട്ടെന്ന്. നമ്മളിപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കൂളുകളിലാണ് ഈ ക്യാമ്പിലുള്ളത്. അത് പോരാ, അവരെ എവിടെയാണോ സുരക്ഷിതമായിട്ട് സർക്കാരിന്റെ കീഴിൽ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തൊട്ടടുത്തൊരു ദുരന്തം നടന്നാണ്. അതിൽ കുറേ പാട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വാടകയ്ക്ക് മാറ്റിയിട്ട് 1 മാസം 2 മാസം വാടക കൊടുത്തിട്ട് പിന്നെ പഞ്ചായത്തുകൾ വാടകയില്ല, നാട്ടുകാർ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആകാതെ ഇപ്രാവശ്യത്തെ ക്രോഡീകരിച്ചുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന എവിടെയാണോ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ തന്നെ
അല്ലാതെ വാടകയ്ക്കോ മറ്റൊന്നും പോയിട്ട് ഇനി 2 മാസം 3 മാസം കഴിയുമ്പോൾ പറ്റില്ല. പറ്റില്ല നമുക്ക്. കാരണം നമുക്കൊരു അനുഭവം മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിക്കുന്നിടം വരെ എല്ലാ ചെലവുകളും സർക്കാർ വഹിച്ചുകൊണ്ട്, അല്ലാതെ ഒന്നുമില്ല, 0-ൽ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒന്നേന്ന് തുടങ്ങണം. ആ തുടക്കത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട സർക്കാരും ജനങ്ങളും, നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളും മറ്റ് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെയും ബാധ്യതയാണ്. അവർ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയാണ് ഞങ്ങളെപ്പോലെയുള്ള ഈ നാട്ടുകാരായ ആ ദുരിതത്തിൽപ്പെട്ട എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആ സ്കൂൾ, ആ വെള്ളാർമല സ്കൂളിൽ പോയതാണ് അവിടുത്തെ കുട്ടികൾ. നമ്മൾ ആ വഴി ബാരിക്കേഡ് വെച്ച് പോലീസ് തടയും. എല്ലാവരും നടന്നാണ് പോകുന്നത്, ഈ പറയുന്ന ജീവൻ രക്ഷാപ്രവർത്തകർ ഒഴിച്ചുള്ളവർ. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്ന വഴി ഒരു ചായ തരുന്നൊരു ഇക്ക ഉണ്ട്. അയക്കാട് ഒരു മകളുണ്ട്, വെള്ളാർമല സ്കൂളിലാണ് പഠിക്കുന്നത്. അയക്കാട് കൂട്ടുകാരികളായ കുട്ടികളൊക്കെ മരിച്ചുപോയി. ആ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, അവിടുത്തെ കുട്ടികളുടെ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ഉറപ്പായും ഇനിയൊരു മാനസിക സാന്ത്വനം, കുട്ടികളാണ്, അവരുടെ മനസ്സിൽ വലിയ ട്രോമയുണ്ട്, മാനസിക സാന്ത്വനം ആവശ്യമുണ്ട്. ഇപ്പോൾ റഹീല PS സൈക്കോ സോഷ്യൽ കൗൺസിലർ വെള്ളാർമല സ്കൂളിലടക്കം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ആ കുട്ടികളുടെ മനസ്സിലൊക്കെ വലിയ പേടി, എന്നാൽ വലിയവർക്ക് പോലും ഇത് താങ്ങുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതകാലത്തേക്ക് മൊത്തം ആ പേടി മാറ്റാൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്? ഞാൻ ഇപ്പം നമ്മുടെ വെള്ളാർമല സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് ആ വെള്ളാർമല സ്കൂളിൽ ഏതൊരു കാര്യത്തിന്, ഒരു നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും എൻ്റെ അടുത്ത് കുട്ടികൾ ഓടി വരുമായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ടീച്ചറെ, ഞാനിപ്പം 30-ാം തീയതി മുതൽ കണ്ടത് ഈ ഒരു ട്രോമ ആണ് കുട്ടികളിൽ വന്നത്. കൂടുതലായിട്ട് പേടിച്ച് വരണ്ടിരിക്കുന്ന കുട്ടികൾ, ഒറ്റയ്ക്കിട്ട് ഇരിക്കുന്ന കുട്ടികൾ, അവരുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ കൂട്ടുകാരികൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, നാട്ടുകാർ, എത്രയോ ആളുകൾ മരണപ്പെട്ടത് അവർ കണ്ടാണ് ആ കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ടാണ് കുട്ടികൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ അടുത്ത് പോയി ഇരുന്ന് അവരുടെ പ്രയാസം നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവർക്ക് എത്രത്തോളം സമയം നമ്മൾ കൊടുത്ത് അവരെടുത്ത് ഇരുന്ന് അവരുടെ എങ്ങനെ മാറ്റം വരുത്താം, അവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കൊരു വെന്റിലേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അവരെല്ലാം തുറന്ന് പറയണം, പൊട്ടിക്കരയണം, അവർക്കുള്ള ഫീലിംഗ് മൊത്തം അവർ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയുള്ള സമയം നമ്മൾ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ DMHPയുടെ അണ്ടറിൽ വരുന്ന കൗൺസിലേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കൂട്ടായ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ജീപ്പുള്ളൊരു ഇക്കയുണ്ട്, ഇക്കയുടെ മോള് സ്കൂളിൽ പഠിച്ച. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ പഠിച്ച കുട്ടികൾ ഇനി ആ സ്കൂളിലേക്ക് വരില്ല എന്ന് അവർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഇത് തീരെ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ ഒരു കുറച്ച് വലിയവരാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കുട്ടികളോട് എങ്ങനെയാണ് അതൊന്നും ഒന്ന് കൺവേ ചെയ്യാൻ പറ്റുക? കുട്ടികളോട് നമുക്കത് അതിൻ്റെ ആ ഒരു തീവ്രത എന്ന് വെച്ചാൽ വലിയ ആളുകൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് കുട്ടികളിൽ നമുക്കത് ഇൻസൈറ്റ് അവരിൽ ഉണ്ടാക്കി കൊണ്ടുവരണം. ഇതൊരു റിയാലിറ്റിയാണ്. നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളത് അംഗീകരിച്ച് കൊണ്ടുവരാൻ വളരെ പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുട്ടികളുടെ ഇടയിൽ കുറച്ച് കാലം നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് സമയം എടുത്ത് അവരുടെ ഇപ്പം നമ്മൾ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഇപ്പം കൗൺസിലേഴ്സ് ചെയ്യുന്നത് അവർക്കുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ ക്യാമ്പുകളിലൂടെ, എല്ലാ ക്യാമ്പുകളിലും നമ്മൾ ചെയ്തു തുടങ്ങും. അവർക്കുള്ള ഗ്രൂപ്പ് ഗെയിംസും പാട്ടുകളും. അപ്പം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും കരയുന്നതായുള്ള കുട്ടികൾ അവരുടെ മാനസിക സംഘർഷം അത്തരത്തിലുള്ള പാട്ടുകളിലൂടെയും കളികളിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ലഘൂകരിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികൾ ബഡീസ് ആയിരിക്കും, നമ്മൾ ഒരു കൂട്ടുകാരികളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് അവർക്ക് പുതിയൊരു കൂട്ടുകെട്ടിലേക്ക് അവരെ എന്ത് ചെയ്യണം, എൻഗേജ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിലവിൽ. ഡോക്ടർ ജിഷ്ണു ഉണ്ടായിരുന്നു. ജിഷ്ണു ഡോക്ടർ. ഡോക്ടർ, ഞാൻ കുട്ടികളുടെ മാത്രം ചോദിക്കുക, വലിയവരുടെ അവസ്ഥ ഇപ്പോൾ നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും മരിച്ചവർ. ഇപ്പോൾ ഒരു വീട്ടിലെ അയാൾ മാത്രം ബാക്കി, അവരുടെ കുടുംബങ്ങൾ മൊത്തം മരിച്ചവർ, ഭാര്യയും മക്കളും സഹോദരങ്ങളുടെ ഭാര്യമാരും ഒക്കെ മരിച്ചവർ. ശരിയാണ്, സാമ്പത്തിക പ്രശ്നം മുന്നോട്ടുള്ള വഴി എന്നൊക്കെ പറയുമ്പോൾ പോലും ഉറ്റവരും ഉടയവരും, ഏറ്റവും അടുത്ത ഉറ്റവരും ഉടയവരൊക്കെ മരിച്ചവർ. ഒരാൾ സ്വന്തം അമ്മയുടെ ബോഡി എടുത്ത കാര്യം പറയുന്നത്, അത് പറയുമ്പോൾ അയാൾ കരയുന്നില്ല. അപ്പോൾ ഇതുണ്ടാക്കുന്ന പെയിനും പാനിക്കും അതിഭീകരമാണ്. അതെങ്ങനെയാണ് ഡോക്ടർ, അതെങ്ങനെയാണെന്ന് അവരെ അതിജീവിക്കാൻ കഴിയുക അവർക്ക്?
അപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ ഏറ്റവും അധികം കൂടുതലായിട്ട് ആദ്യത്തെ ഒരു മാസം വരെ കാണുന്ന ഒരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക രോഗമാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അവിടെ വാർഡിലുള്ള പേഷ്യൻസിനെയും കണ്ടിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. അതായത് അവർക്ക് കണ്ണടച്ചാൽ ഈ വെള്ളം ഇങ്ങനെ ഇരച്ചു വരുന്നത്, അല്ലെങ്കിൽ തൻ്റെ കൺമുന്നിൽ വെച്ച് തൻ്റെ ഉറ്റവരെ നഷ്ടപ്പെടുന്നത്, ഈ ചിത്രങ്ങൾ ആവർത്തിച്ച് ഓർമ്മ വരികയാണ്. നമ്മുടെ ഭാഷയിൽ അതിന് ഫ്ലാഷ് ബാക്ക് ഫിനോമിനൻ എന്ന് പറയും. അതായത് ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ, മുന്നേ സംഭവിച്ച പോലെയല്ല, അതിപ്പോൾ ആവർത്തിച്ച് സംഭവിക്കുന്ന പോലെ. അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ കൗൺസിലിംഗ് എന്നതിലുപരി ഏറ്റവും ആദ്യം ജീവൻ രക്ഷ. അന്നത്തെ ആ ദിവസം ഞങ്ങൾ കണ്ടിരുന്നു, നമ്മുടെ അവിടെ ആണെങ്കിൽ പോലും മെഡിസിൻ, സർജറി, ഓർത്തോപെഡിക്സ് അത്തരം വിഭാഗങ്ങളിലെ ഡോക്ടർമാരെല്ലാം പണിയെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇനിയാണ് സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ്റെ പ്രസക്തി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു മേഖലയുണ്ട്. അതായത് ഇത്തരം ദുരന്തങ്ങളുള്ള സമൂഹത്തിൻ്റെ പ്രതികരണം സൈക്കോളജിയുടെ ഭാഷയിൽ 3-4 ഘട്ടങ്ങളായിട്ടാണ് പുരോഗമിക്കുക. അതിൽ ആദ്യത്തേത് ഹീറോയിക് ഫേസ് എന്ന് പറയും. അവിടെ എല്ലാവരും വളരെ ആക്റ്റീവായി ദുരന്ത മുഖത്തുണ്ടാവും. അതിനുശേഷം ഹണിമൂൺ ഫേസ് എന്ന് പറയും. ആ ഘട്ടത്തിൽ സഹായങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ളൊരു ഘട്ടമുണ്ട്, ഫേസ് ഓഫ് ഡിസൊല്യൂഷൻ. ഈ ഘട്ടത്തിലാണ് ഏറ്റവും അധികം മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അതായത് വിഷാദ രോഗമുണ്ടാവും, ഉത്കണ്ഠ രോഗമുണ്ടാവും, ചിലപ്പോൾ ദുരന്താനന്തര സമ്മർദ്ദ രോഗം, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD, ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ചിലപ്പോൾ കേവലം വെന്റിലേറ്റിംഗ് എന്ന പ്രോസസ്സിൽ മാത്രം നിന്ന് വരില്ല. അവരിൽ ചിലർക്കെങ്കിലും മരുന്ന് ചികിത്സയുടെ സഹായം ആവശ്യമായി വരും. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു വസ്തുത എന്തെന്നാൽ, പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ വിദഗ്ധ സമിതി വരുന്നു, വിദഗ്ധ ഡോക്ടർമാരുടെ പാനൽ വരുന്നു, അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ ഫ്രം എ സൈക്യാട്രിക് പെർസ്പെക്റ്റീവ് നമുക്ക് വേണ്ട ലോങ് ടേം റീഹാബിലിറ്റേഷനാണ്. കാരണം വിഷാദ രോഗമൊക്കെ ദീർഘകാലത്തിൽ ചികിത്സ വേണം. നമ്മളൊന്നും ആലോചിച്ച് നോക്കും, എല്ലാം നഷ്ടപ്പെട്ടൊരു വ്യക്തി ഒരു തവണ ഒരു ഡോക്ടറോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു, അടുത്ത തവണ വരുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അപ്പോൾ മറ്റൊരാളോട്, തീർത്തും അപരിചിതനായിട്ടുള്ള, മറ്റ് സ്പെഷ്യാലിറ്റി പോലെ അല്ല സൈക്യാട്രിക്, അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയോട് തൻ്റെ ഈ ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഞങ്ങളവിടെ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗം, ചെറിയൊരു സെറ്റപ്പാണ് എങ്കിൽ കൂടെ പോലും ഞങ്ങളവിടെ സ്വീകരിക്കുന്ന മാർഗ്ഗം, ഒരു പേഷ്യൻറ്റിനെ, ഒരു വിക്ടിമിനെ ഒരു ഡോക്ടറാണ് കണ്ടതെങ്കിൽ അത് ആരാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ആ ഒരു വ്യക്തിയെ പിന്നീട് എത്ര കാലം ഫോളോ അപ്പ് വേണ്ടി വന്നാലും ആ ഡോക്ടർ തന്നെയായിരിക്കും കാണുക. മാറി വരുമ്പോൾ നമുക്ക് ഇന്ന് വന്ന വിദഗ്ധ സമിതി ചിലപ്പോൾ നാളെ പോയേക്കാം. പക്ഷേ ഈ വ്യക്തികൾക്ക്, അപ്പോൾ നമുക്ക് വേണ്ടത് ലോക്കലായിട്ടുള്ള റീജിയണൽ റിസോഴ്സസ്. ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നാണെങ്കിൽ DMHP ഉണ്ട്, നമ്മുടേതുപോലെയുള്ള ടേഴ്സറി കെയർ സെൻ്ററുകളുണ്ട്. ഇവയുടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്കിത് പുനരധിവാസം, സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് സാധ്യമാവുള്ളൂ. ഓക്കെ, നമ്മളിന്ന് പുഞ്ചിരിമട്ടത്തേക്കും ഇവിടെ മുണ്ടക്കയിലേക്കൊക്കെ ചൂരന്മലയിൽ നിന്ന് കുറേ അധികം ദൂരമുണ്ട്, നടന്നു കയറേണ്ട ദൂരമാണ്. അങ്ങോട്ടേക്ക് പോയ വഴി ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. അവിടെയുള്ള വീട്ടുകാർ വേട്ടാ ഇങ്ങോട്ട് ഇത് മാറി നിൽക്കുന്നു. അപ്പോൾ ഈ സുകുമാരൻ ചേട്ടനാണ്. ഇത് സുകുമാരൻ ചേട്ടൻ്റെ വീട് പുഞ്ചിരിമട്ടലാണ്, ഏറ്റവും ടോപ്പിലാണ്. സുകുമാരൻ ചേട്ടൻ്റെ വീട് നഷ്ടമായത് പക്ഷേ ഈ ഉരുൾപൊട്ടലല്ല, ഇതിന് മുമ്പുണ്ടായ 2020 ഉരുൾപൊട്ടൽ തന്നെ വീട് നഷ്ടമായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് വീട് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. 2020 എൻ്റെ വീട് പോയത്. 2019 പുത്തുമല പൊട്ടി, 2020 മുണ്ടക്കൈ പൊട്ടി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വാടക കൊടുത്ത് ജീവിക്കുന്ന, ഒരു ഗതിയില്ലാതെ അലഞ്ഞ് നടക്കുകയാണ്. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു വിഷമം ഇന്ന് വരെ തോന്നില്ല. പക്ഷേ നമ്മളെ ഉറ്റവരും കൂടപ്പിറപ്പുകളൊക്കെ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലുള്ളൊരു വേദന പിന്നെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോഴും ഓരോരുത്തരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് വരെ വീട് പോയതിന് ഒരു വിഷമം ആരടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ വാടകയ്ക്ക്, അതുപോലെ കൈ പൊട്ടി, ആക്സിഡൻ്റ് ആയിട്ട് കൈ പൊട്ടിയിട്ട് വരെ ഈ കയ്യും വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പണിയെടുത്ത് ജീവിക്കും. കമ്പി എടുത്തില്ല, കമ്പി എടുക്കേണ്ട ടൈം കഴിഞ്ഞു. സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് കമ്പി വരെ എടുത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ. പിന്നെ കുടുംബം, ഒരു മോള് +2 പഠിക്കുന്നുണ്ട്, ഒരു മോന് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. ഒരു ആരടുത്തും ഇന്ന് വരെ കൈ നീട്ടില്ല. അധ്വാനിക്കാൻ പറ്റുമോ അങ്ങനെ? പക്ഷെ ഉള്ളതുകൊണ്ട് കഞ്ഞി ഒഴിച്ച് പോവാൻ. ആദ്യം വെച്ച വീടും ചേട്ടനുള്ള പൈസ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ലോണൊക്കെ എടുത്ത് വെച്ച വീടാ. ലോൺ എടുത്തിട്ട് ഇപ്പോഴും ആ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്ത അത് ഇതുവരെ 5 ലക്ഷം ലോൺ എടുത്തിട്ട് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ വീടില്ല, ആ വീടിന്റെ തറ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് വെക്കാനെടുത്ത് ലോൺ അടച്ചോണ്ടിരിക്കുക. അതെ, അത് ഇപ്പോഴും ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഇത് എവിടെ പറഞ്ഞൊന്നുമില്ല. അന്ന് എനിക്ക് തോന്നുന്നു ആ ഉരുൾപൊട്ടൽ ആളപായം ഒന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. പക്ഷെ വീട് 2-3 വീട് പോയിട്ടുണ്ടല്ലേ? ഇതെവിടെ നിങ്ങളെവിടെ പരാതി കൊടുക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലേ? ഓരോരുത്തരെ കണ്ട് സംസാരിച്ചു. സിദ്ദിഖ് MLA കണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. എല്ലാവരും പറയും ശരിയാക്കി തരാമെന്ന്, പക്ഷേ ശരിയാക്കി തന്നില്ല. നമുക്ക് ആർക്കും പരാതിയില്ല, ആരെയും നമ്മൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തതുകൊണ്ട്
ആരടുത്തൊന്നും പരാതിയും പറഞ്ഞില്ല. എന്താ വെച്ചാൽ ഒരുപാട് മുട്ടി ഇനി അത് നടക്കൂല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ പറ്റൂല. കാര്യം ഇതിപ്പോ എത്ര പേരാണ് വീട്ടിലത്തെ ആ സമീപനം എല്ലായിടത്തും ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതെ, അല്ല ജീവിക്കണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ച് പോകുന്നു. ആർക്കും പരാതിയില്ല. നമ്മൾ ആർക്കും ഒരു സങ്കടം പറ്റില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഒഴിഞ്ഞു നിൽക്കായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആരും ബുദ്ധിമുട്ടിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ്. അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഉള്ള ഉരുൾപൊട്ടൽ വീട് പോയതാണ്. അന്ന് വീട് പോയത് ലോൺ എടുത്ത് വെച്ച വീടാണ്. ആ വീട് പോയിട്ട് ആ വീടിന് വേണ്ടി എടുത്ത ലോൺ ഇപ്പോഴും ഈ സുകുമാരൻ അടച്ചുകൊണ്ടിരിക്കുന്നു. വാടക വീട്ടിൽ കഴിയുന്നു. അതിനിടെ ഉരുൾ പൊട്ടുന്നു. ഉള്ളതെല്ലാം പിന്നെയും കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. നമ്മൾ രാജ്യം ശ്രദ്ധിക്കുന്ന ചൂരൽമല മോഡൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള ഉരുൾപൊട്ടലിൽ ഇവിടെ മാത്രമല്ല കേട്ടോ, പുത്തുമലയുടെ കാര്യവും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി സജീവമായി കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ വലിയ വാക്കുകൾ പറയുമ്പോൾ അത് നടപ്പാക്കണം. അങ്ങനെ ആ വാക്കുകൾക്കിപ്പുറം ഇങ്ങനെയും ചില സുകുമാരൻ ചേട്ടനെ പോലെ പല വാതിൽ മുട്ടുകയും നടക്കാതെ പോയ കുറച്ച് മനുഷ്യരുണ്ട് എന്നുകൂടി അധികാരികൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാടിന്റെ ഈ മഹാദുരന്തകാലം 400-ലധികം പേർ മരിച്ച, രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന നിലയ്ക്ക് മാത്രമാവില്ല. സമാനതകളില്ലാത്ത വണ്ണം മനുഷ്യ സ്നേഹം കൈകോർത്ത കുറച്ച് നാളുകൾ എന്നുകൂടിയാകും അത് താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ഏകോദര സഹോദരങ്ങളെ പോലെ ഭേദചിന്തകളില്ലാതെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യന് വേണ്ടി മനുഷ്യന് നിലനിന്ന ഒരു സ്നേഹക്കാഴ്ച കൂടി ആ ദുരന്തഭൂമിയിൽ നമ്മൾ കണ്ടു. എല്ലാവരും ഉണ്ട്. അതിൽ ജീപ്പ് ഡ്രൈവർമാരുണ്ട്, ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്, ഹിറ്റാച്ചി ഡ്രൈവർമാരുണ്ട്, ഡ്രൈവർമാർ മുതൽ സന്നദ്ധ സംഘടനകൾ മുതൽ എല്ലാ യുവജന സംഘടനകൾ മുതൽ അവിടെ ചായ കൊടുത്തിരുന്ന അവിടെ ഈ സമയം നിരന്തരം ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കട്ടൻ ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെയൊക്കെ ഈ വലിയ ദൗത്യത്തിന്റെ പങ്കാളികളാണ്. സ്നേഹപൂർവ്വം കേരളം അവരോട് കടപ്പെട്ടവരാണ്. ഇപ്പോൾ സോബിൻ ചേരുന്നുണ്ട്. ആദ്യം മൃതദേഹം കൊണ്ടുവന്ന സോബിന്റെ ജീപ്പിലാണ് അല്ലേ? എൻ്റെ ജീപ്പിലാണ് കൊണ്ടുവന്നത്. മുണ്ടക്കയിൽ മർദായി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ലേഡിയുടെ ബോഡി നമ്മളാണ് റിക്കവർ ചെയ്തത്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഈ മഠത്തിൽ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്നത്. തലേദിവസം തന്നെ വിളിച്ച് നമ്മളത് കാര്യം പറയുന്നു. മഴ ശക്തമായിട്ടുണ്ട്, ഇവിടുന്ന് മാറണമെന്ന് പറയുന്നു. കുറേ അധികം പേരും 100-ലധികം പേരും റിസോർട്ടിലേക്ക് മാറി. പുഞ്ചിരിമട്ടം ഏറ്റവും മുകളിലുള്ളവർ നമ്മളെ വീട് മേലാണ്, നമ്മളെ വീടൊക്കെ പോയതാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ കുടുംബത്തിൽ കൂടി നേരെ കോട്ടേഴ്സിലേക്ക് വന്ന് അവിടെ താമസം ആക്കിയിരുന്നു, താൽക്കാലികമായിട്ട് ആക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളു പൊട്ടുന്ന സമയത്ത് നമ്മൾ രാത്രി 1:50 മണിയോളം എൻ്റെ മൊബൈലിൽ ചാർജിലായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ജീപ്പിൽ ചാർജ് ഇടാൻ വേണ്ടി വണ്ടി റോട്ടിൽ നിർത്തി ചാർജ് ഇടായിരുന്നു. 1:50 ആവുന്ന സമയത്ത് അതിശക്തമായ സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയ സമയത്ത് എല്ലാവരും ടോർച്ചും കൊണ്ട് റോട്ടിലേക്ക് കയറിയിരുന്നു. നമ്മൾ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റോട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ താഴെയാണ് കോട്ടേഴ്സ് ഉള്ളത്. റോട്ടിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും കൂടി ടോർച്ചും കൊണ്ട് മേലെ കയറി വന്നു. എന്താ പറ്റുന്നത് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട് ലക്ഷ്യം വെച്ച് മുണ്ടക്കയിൽ പോയിരുന്നു. മുണ്ടക്കയിൽ പോണ സമയത്ത് ഒരാൾ ചെളിയിൽ കുളിച്ച് റോട്ടിൽ നിൽക്കുകയായിരുന്നു. ഒരു വസ്ത്രവുമില്ല, അടിവസ്ത്രം പോലും ആ വ്യക്തിക്കില്ല. അപ്പോൾ എൻ്റെ ദേഹത്തുള്ള കൂട്ട് ഞാൻ ഊരി ആ വ്യക്തിക്ക് ഇട്ട് കൊടുത്ത് അവരെ നേരെ ഹോസ്പിറ്റലിൽ ലക്ഷ്യം വെച്ച് പോയി. ഹോസ്പിറ്റലിൽ പോണ സമയത്ത് 2 വഴിയും ബ്ലോക്കായിരുന്നു. നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് രണ്ട് കുറുക്കുണ്ട്, ഒരു മെയിൻ വഴിയുണ്ട്. 2 കുറുക്കും ബ്ലോക്കാണ്. ഒരു കുറുക്കിലൂടെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. മുട്ടോളം വെള്ളമായിരുന്നു. പാലം പോയി. അപ്പോൾ പോയിട്ടില്ല. രണ്ടാമത്തെ പൊട്ടിലാണ് പാലം പോയത്. പാലത്തിന് തൊട്ടിപ്പുറത്ത്, അമ്പലത്തിന് തൊട്ടിപ്പുറത്ത് മരം വീണ് കിടന്ന് ഫുള്ള് ബ്ലോക്കാണ്. ഒരിക്കലും കടക്കാൻ നമുക്ക് കഴിയാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി. മുട്ടോളം വെള്ളം. അവിടെ നഴ്സുമാരില്ല, ആരുമില്ല, രക്ഷാകർത്താക്കൾ ആരുമില്ല. നേരെ എന്ത് ചെയ്തു, നമ്മൾ തൊട്ട് മേലെ കുറച്ച് ഉയർന്ന പ്രദേശമായ അസിസ്റ്റന്റ് മാനേജർ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവ് ലക്ഷ്യം വെച്ച് പോയി അവിടെ കൊണ്ട് ഇവരെ പാർപ്പിച്ചു. തുടർന്ന് പുലർച്ചെ 4 മണി വരെ 4-4:30 വരെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരെയും നമ്മളെ കണ്ണിൽ കാണുന്ന എല്ലാവരും, ജാതി മത ഭേദമന്യേ എല്ലാവരെയും നമ്മൾ എൻ്റെ ജീപ്പിൽ അവിടെ കൊണ്ട് സേഫ് ആക്കിയിട്ട് അവിടെ ഏൽപ്പിച്ചു. 250-ലും മേലെ ജനങ്ങളെ നമ്മൾ കൊണ്ടുവരെ പാർപ്പിച്ചു. നേരം വെളുത്തത് എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മുണ്ടക്കൈ ലക്ഷ്യം വെച്ച് വന്ന സമയത്താണ് മയ്യത്തങ്കര ജുമാ മസ്ജിദിൻ്റെ കല്ലറയുള്ള സ്ഥലമാണ് മയ്യത്തങ്കര. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ ഒറ്റ വ്യക്തിയെ കാണുന്നത്. ആ വ്യക്തിയെ കയറ്റുന്ന സമയത്തിന് ആ വ്യക്തി പറയുന്നു, ഞാൻ വണ്ടിയിൽ കയറില്ല, എൻ്റെ അമ്മ ചെളിയിൽ പൂണ്ട് കിടക്കുന്നു, നിങ്ങളെ വന്ന് വലിച്ചെടുക്കണം എന്ന് പറയുന്നു. നമുക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. അത്രയും ചളി റോഡിൽ കയറിയിട്ടുണ്ട്. മുണ്ടക്കൈ സ്കൂളിൻ്റെ സമീപമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ പൊട്ടിയിൽ നിങ്ങൾ ചിലപ്പോൾ പോയേനെ. രണ്ടാമത്തെ പൊട്ടിൽ ഞാൻ പോയിട്ടില്ല. ഞാനവിടെ നിൽക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ആവേശം കൊണ്ട് ഈ എൻ്റെ വണ്ടിയിലുള്ള പേഷ്യൻറ്റ്, അതായത് ബോഡി മൊത്തം സ്ക്രാച്ചസ് ആയ ആൾക്കാരെ കൊണ്ട് ഞാൻ പാലം കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടാവാം. അതേപോലെ നമ്മളെ പ്രജീഷ്, എൻ്റെ ഉറ്റ സുഹൃത്തായ പ്രജീഷ്, ആദ്യത്തെ പൊട്ടലിൽ പ്രജീഷ് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ചുരൽമല അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് കാറ് നിർത്തിയിട്ട് പാലം ക്രോസ് ചെയ്ത് പോയി അപ്പുറത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ പൊട്ടിൽ അവനെ നഷ്ടപ്പെട്ടു. ഏറ്റവും ദയനീയമായ അവസ്ഥയാണത്. പ്രജീഷ് ചുരൽമലയിലെ എല്ലാ കല്യാണമായിക്കോട്ടെ, എന്ത് മരണ വീടായിക്കോട്ടെ, അവനെ ഓടിയെത്താത്ത സ്ഥലങ്ങളില്ല. നമ്മൾ ഇവരെ കൊണ്ട് അവരുടെ ഓർമ്മകൾ പറയിപ്പിക്കുന്ന ആ ദുരന്തത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി മാത്രമല്ല, ഇവരൊക്കെ കേരളത്തിൻ്റെ നായകന്മാരാണ്. ഉറപ്പായും ഇവരൊക്കെ കേരളത്തിൻ്റെ ഒരു ദുരന്ത മുഖത്ത്
പരിമിതമായ സൗകര്യത്തിൽ ഇരുട്ടിൽ നരകം പോലെയുള്ള ഒരു സ്ഥലത്ത് ഭീകരതയിൽ അവർ പ്രവർത്തിച്ച് അവരെ കൊണ്ട് കഴിയുന്ന പോലെ ജീവൻ രക്ഷിച്ചവരും അവരെ കൊണ്ട് ഞാൻ പറഞ്ഞ ആദ്യ മണിക്കൂറിലേക്ക് ആ മണിക്കൂറുകളാണ് അവരെ കൊണ്ട് ചെയ്ത പോലെ അവരാണ്. അപ്പോൾ അവർ വയനാടിനെ മാത്രമല്ല, അവർക്ക് കേരളത്തിൻ്റെ ഹീറോകളും കേരളത്തിൻ്റെ ധീരന്മാരുമാണ്. അവരെ കേരളത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. നേരത്തെ സോബി പറഞ്ഞ വിജയൻ ചേട്ടൻ, മടത്തിൽ വിജയൻ ചേട്ടനാണ് നമ്മുടെ ചാനലിൽ ആദ്യ ബൈറ്റ്, ചേട്ടൻ്റെ ബൈറ്റ് ഈ പറയുന്ന ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ഞങ്ങളൊരു ഗ്രാമം പറഞ്ഞ മുണ്ടക്കയിൽ ഞങ്ങളെല്ലാവരും ബന്ധമുള്ളായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല എന്നും കാണുന്ന ഈ രണ്ട് നാട്ടിലെ ജനങ്ങളെ എന്നും ഞങ്ങൾ കാണും, ആ ബന്ധമുള്ള. പക്ഷേ 2020 എൻ്റെ വീട് ഉരുൾപൊട്ടി പോയതാണ്. ഈ പാലത്തിൻ്റെ കുറച്ച് താഴെ, സോബിൻ്റെ എൻ്റെ വീട് അടുത്താണ്. ആ ഉരുൾപൊട്ടി പോയപ്പോൾ എനിക്കറിയാം ആ കാലാവസ്ഥയെ കുറിച്ച് എനിക്കറിയാം. അപ്പം ഞാൻ തലേ ദിവസം 2:30 കുത്തി ഒഴുകി പുഴയിൽ വെള്ളം വരുന്നു. അപ്പോൾ അടുത്ത ആൾ വിളിച്ചു പറഞ്ഞു കുത്തി ഒഴുകി വെള്ളം വരുന്നുണ്ട്, അപ്പോൾ എവിടെ ഉരുൾപൊട്ടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 6 മണിക്ക് എണീച്ചിട്ട് സോബിൻ്റെ അച്ഛനെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളും വാതിലും മുട്ടി എല്ലാവരോടും ഞാൻ പോകാൻ പറഞ്ഞു. കാരണം ഞാൻ സ്വന്തമായിട്ട് ഞാനും ഇവരെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അന്ന് തലേദിവസം സുർജിത്തിനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഇത് പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇത് പൊട്ടുന്ന ഞാൻ തീർത്ത് പറഞ്ഞു. പക്ഷെ ആ പൊട്ടെന്ന് പറഞ്ഞ ശേഷം എനിക്കൊരു സ്വൈരം ഉണ്ടായിട്ടില്ല. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഉരുൾപൊട്ടും എന്ന് എങ്ങനെ പറയാമെന്ന്. ഒരുപാട് മോശമായി, വളരെ മോശമായി, ഗ്രൂപ്പുകളിൽ വളരെ മോശമായിട്ട്. ഇന്ന് ആ ചില വ്യക്തികളില്ല, ചില വ്യക്തികളുടെ കുടുംബമല്ല, ചില വ്യക്തികളുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് അത് പറഞ്ഞത്. അത് കാരണം ആ മല കയറി നടക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് ആ മല കയറി നടക്കണം. ഞങ്ങൾ ആ പരിമിതിക്കുള്ളിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ അമ്മ പോയി, എൻ്റെ അനിയത്തി പോയി, ഭാര്യൻ്റെ 2 ഏടത്തിമാർ പോയി, ഭാര്യൻ്റെ 2 ഏടത്തിമാർ പോയി. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ പോയി, ബന്ധുക്കൾ പോയി, ആ നാടന്നെ പോയി. ആ നാട്ടിലെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ എല്ലാവരും വീട്ടിൽ എല്ലാ ദിവസവും ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം ബന്ധപ്പെടാനോ ഒന്നും കഴിയില്ല. ഇതിൻ്റെ അവർ അറിഞ്ഞിട്ട് അറിയാതെ അവരെ മനസാക്ഷിക്ക് ഇത് അറിഞ്ഞിട്ട് ജനങ്ങളോട് പറയാതെ അവരെ മനസാക്ഷി അവർക്ക് എന്തെങ്കിലും ആ മനസാക്ഷി അവർ തോന്നും. ഇത്ര ആളെ മരണത്തിന് ഞങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ രീതിയിൽ. അങ്ങനെ വേദന നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ഈ സേവനത്തിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വണ്ണം മൊബൈൽ മോർച്ചറികൾ വേണ്ടി വന്ന സമയമാണ്. ഈ മൃതദേഹ പരിപാലനത്തിന് ആളുകളുടെ സഹായം അത്രത്തോളം വേണ്ടി വന്ന സമയമാണ്. അത്രത്തോളം മൃതദേഹങ്ങൾ ഒന്നിച്ച് നമ്മൾ കണ്ട ഒരു ദുരന്തകാലം കൂടിയാണ്. അങ്ങനെ മോർച്ചറികളിൽ സഹായിച്ചിരുന്ന ഷമീൻ കൂടി ചേരുന്നുണ്ട്. അനുഭവം എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു കാലത്ത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവമായിരുന്നില്ല അല്ലേ? അതെ, ഓരോ ബോഡിയും ഓരോരുത്തരുടെ ഫേസും ഇപ്പോഴും എനിക്കും ഓർമ്മയുണ്ട്. എറൗണ്ട് ഒരു 189 ബോഡീസ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളടങ്ങുന്ന ഒരു ടീം. എന്നിട്ട് 149 ബോഡീസ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു. വരുന്ന ഓരോ ബോഡീസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നു. അപ്പോൾ അത് ഓരോ ഭാഗം ക്ലീൻ ചെയ്തിട്ടും കണ്ണാണെങ്കിൽ ഇവിടെയുള്ള കണ്ണൊക്കെ ഇവിടെ എടുത്ത് വെച്ച് ഓരോരോ പോർഷൻസ് നമ്മൾ എടുത്ത് വെച്ച് അത് എന്താ പറയുക അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതിനൊരു ഫേസാക്കി മാറ്റിയിട്ടാണ് ഈ വരുന്ന ആളുകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇത് വെക്കുന്ന നമ്മുടെ മാനസികാവസ്ഥ എല്ലാം കൂടെ നമ്മൾ ഒരു സ്റ്റക്കായൊരു അവസ്ഥയായിരുന്നു. കരയാനോ ചിരിക്കാനോ എന്താ ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു നമ്മൾ. അതായിരുന്നു തന്നെ ഒരുപാട് മൃതദേഹങ്ങളും അങ്ങനെ വല്ലാതെ ആയിട്ടുണ്ടാവില്ലേ? ഒരുപാട് മൃതദേഹങ്ങൾ വളരെ ജീർണിച്ച മുഖം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് മൃതദേഹങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഈ കാലിലെ മൈലാഞ്ചി വിട്ടിട്ടുള്ള ആ ഒരു പോർഷൻ, കാലിലെ മൈലാഞ്ചി വെച്ചിട്ട് ഒരു ഫാമിലി വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പോയത് അതിൻ്റെ മനസ്സിന്ന് മറക്കാൻ പറ്റാത്ത കാര്യം. പിന്നെ എന്താ പറയുക, ഓരോരോ ടാറ്റു അടിച്ച ഭാഗം, ഇവിടുത്തെ മറുക്, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്ന ആ ഒരു കാഴ്ച എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ബോഡീസ് എല്ലാം ഇപ്പോഴും ഞാൻ കിടന്നുറങ്ങുമ്പോൾ പോലും എനിക്ക് ആ ഒരു ബോഡീസ് എനിക്കിങ്ങനെ ഓരോരുടെ ഫേസ് എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പം രാവും പകലും കാത്തിരുന്നിട്ട് അവർ നമ്മൾ വിട്ടു പോകുമ്പം ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ നമ്മളെ വിട്ട് പോവുക എന്നുള്ള ആ ഒരു സാധനം മനസ്സിലാവുന്നപ്പോൾ ഇപ്പോഴും ആ ഒരു ഷോക്ക് ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല. കാരണം ഞാൻ അറിയുന്ന ബോഡി തന്നെ അവർ ഫാമിലി വന്നിട്ട് റിസീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഞാൻ അറിയുന്നവർ തന്നെ ഞാൻ തന്നെയാണ് ബോഡി ക്ലിയർ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചോടത്ത് പോകാൻ വരെ പേടിയുള്ള ഞാനാണ് ആ ഒരു 5 ദിവസം മോർച്ചറിയിൽ നിന്നിട്ട് ഈ ബോഡീസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. രാവും പകലും അവർക്ക് വേണ്ടി കാവലിരുന്നിട്ട്
ഇപ്പം ഇന്നാണ് കുറച്ചൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ വന്നത്. പിന്നെ റെസ്ക്യൂവിൻ്റെ അവിടെ പോയിട്ട് അവിടെയും കുറേ ഹെൽപ്പ് മേജർ ഋഷി സാറെ കൂടെ അതും കുറേ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നവർക്ക്. ഒരുപാട് ബോഡി പാർട്സ്, കൈ, കാല്, അങ്ങനെ തലയില്ലാത്തതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി. പിന്നെ ലാസ്റ്റ് ആകുമ്പം ബോഡി ഭയങ്കര ഡീകമ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അത്രയും നമുക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ മാറുമ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ബ്രീത്തിങ് പ്രശ്നം, ലാസ്റ്റ് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അപ്പം ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഒന്ന് മാറി നിന്നത്. പിന്നെയാണ് ഞാൻ റെസ്ക്യൂ ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഫീൽഡിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്കും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ വാർത്തകളെ ഒരു നിർമ്മമതയോടുകൂടി കാണാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മളെ ബാധിക്കുകയും രാത്രി കിടന്നാൽ തിരിഞ്ഞു മറിഞ്ഞും ആ മുഖങ്ങൾ, ആ വാക്കുകൾ കേട്ട് ഉറക്കം വരാതെ കിടക്കുന്ന രാത്രികൾ, ഈ വയനാടിൻ്റെ ഈ ദിവസത്തെ രാത്രികൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ പെട്ടതുമാണ്. ഉനാഫ് എന്ന് പറയുന്ന ഉനാഫ് അവിടുത്തെ പ്രദേശവാസിയാണ്. ഉനാഫ് ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. അവിടുത്തെ കാരുണ്യ റെസ്ക്യൂ സംഘം എന്ന് പറയുന്ന ഒരു സംഘത്തിലെ സജീവ പ്രവർത്തകനാണ്. അവിടെ ആദ്യഘട്ടത്തിൽ തിരയാനിറങ്ങിയ ആളാണ്. ഏറ്റവും പ്രധാനം, തലേ ദിവസം നമ്മുടെ സുർജിത്ത് അയ്യപ്പത്ത് ഉനാഫിനെ കാണുന്നുണ്ട്. ഉനാഫ് പറയുന്നുണ്ട്, ഈ മഴ കണ്ടിട്ട് പേടിയാവുന്ന ഉനാഫ് പറയുന്നുണ്ട്. പേടിച്ച പോലെ പറ്റിയല്ലേ? പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. കാരണം ഒരു 3 ആഴ്ചത്തോളം അടുപ്പിച്ച് കാറ്റടിച്ച സ്ഥലമായിരുന്നു. അവിടെ ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുക പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പുത്തുമല ഉരുൾപൊട്ടിയ സമയത്തും ഇതേ അവസ്ഥയായിരുന്നു. കാരണം നല്ല കുറിച്ചൊരു മഴ, നിൽക്കാതെ മഴ. ആ മഴ കണ്ടപ്പോഴേ ഞാൻ സുജിത് ഭായി പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ പുത്തുമലയിലും റെസ്ക്യൂവിനും സെർച്ചിനൊക്കെ സജീവമായി പോയ ആളാണ്. നഫന പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു 15-13 ദിവസത്തിന് ശേഷവും ഒരു ബോഡി റിക്കവർ ആയാലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനിയും തെരച്ചിലിന് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അതെ. ഇപ്പോൾ പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ആ വെള്ളം കുറഞ്ഞാൽ മാത്രമാണ് ഇനി പുഴേൻ്റെ ഇടയിൽ, കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന ആളുകളൊക്കെ കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ സൂചിപ്പാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആളെടുത്തത് ആ ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എടുത്തത്. കുറച്ച് വെള്ളം കുറയാണ് ശരിക്കും. കല്ലിനിടയിലൊക്കെ ഉണ്ടാവണോ? അപ്പോൾ അല്ലേ? ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ സർക്കാർ പുറത്തുവിട്ട കണക്കിൽ 135 പേരാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാത്തവരാണെങ്കിൽ ആ കണക്കൊന്നും അല്ല എന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് സർക്കാരിന് 135 കണക്ക് മുഖവിലേക്ക് എടുത്താൽ പോലും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവരെവിടെയാണ് എന്ന ചോദ്യമാണ്. അതിന് മറുപടി നമുക്ക് വീട്ടുകാർ കൊടുത്തേ മതിയാവും അല്ലേ? നിലവിൽ അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് RB കടലിലേക്ക് എത്താം, അതേപോലെ ചാലിയാർ പുഴ വഴി പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ അസാധ്യ മണ്ണാണ് അവിടെ വന്ന് അടഞ്ഞിട്ടുള്ളത്, വലിയ മണ്ണാണ്. അപ്പോൾ അതിൻ്റെ അടിയിലും പെടാം. അപ്പോൾ നമുക്ക് പുഴയിലുള്ളത് മാത്രമാണ് വെള്ളം കുറഞ്ഞാൽ മാത്രം കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ നായകന്മാരിൽ, കേരളത്തിൻ്റെ ഹീറോയിൽ ഉനാഫും ഉറപ്പായും ഉണ്ട്. ആ സമയത്ത് വെളിച്ചവും വെട്ടമൊന്നും ഇല്ലാതെ ഇറങ്ങിയവരാണ്. അപകട മുഖത്തേക്ക് തന്നെ നേരിട്ട് അപകടം ഉണ്ടാവാം എന്നുകൊണ്ട് ജീവൻ ഒക്കെ പണയം വെച്ചിറങ്ങിയ മനുഷ്യരാണ് അവരൊക്കെ. അതൊക്കെ മനുഷ്യ സ്നേഹം കൊണ്ടും ഒക്കെ കൊണ്ടാണല്ലോ. ഇപ്പോൾ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഈ മേപ്പാടി എന്നൊക്കെ മേഖല എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ടൂറിസം മേഖലയാണ്. അസാധ്യമായ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോകുന്ന സ്ഥലമാണ്. അതൊരു വലിയ ആവാസ വ്യവസ്ഥ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അവിടെ ജീപ്പ് ഡ്രൈവർമാരുണ്ട്, ഒരുപാട് ഗൈഡുകളുണ്ട്, ഒരുപാട് ഹോട്ടലുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നു. അങ്ങനെ ഒരു നാടിൻ്റെ ആവാസ വ്യവസ്ഥ അങ്ങനെ ഡെവലപ്പ് ചെയ്താണ്. ആ ആവാസ വ്യവസ്ഥ ഒന്നാകെ അടിഞ്ഞില്ലാതായി പോകുന്ന ഒരു സംഭവം കൂടി ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉണ്ടാകുന്നു. അപ്പോൾ അത്രയും പേരുടെ ജീവനോപാധികൾ നഷ്ടമാകുന്നു, അത്രയും പേർ അരിവാങ്ങാൻ പണമില്ലാതെ ആകുന്നു എന്നാണ് അവസ്ഥ. അപ്പോൾ സുബൈർ അളങ്കുളം കൂടി ചേരുന്നത്. സുബൈക, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 900 കണ്ടിയിലാവട്ടെ മേഖലയിലുള്ള ടൂറിസമൊക്കെ ഇനി ഒന്ന് റിസ്റ്റോർ ആയി വരാൻ ദീർഘകാലം എടുക്കും അല്ലേ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 2008 പ്രളയം മുതൽ വയനാട് ടൂറിസം ശരിക്കും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് വയനാടിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം കൃഷിയായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ടും ടൂറിസം ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ അത് ടൂറിസത്തിൽ വലിയൊരു ഇടിവ് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അത് പറയുന്നത് അത്രമാത്രം ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇനി നമുക്കൊരു അതിജീവനത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ തീർച്ചയായും ഇവിടെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് മേപ്പാടി എന്ന പ്രദേശത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന, കാന്തമ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ 900 കണ്ടി പോലുള്ള സ്ഥലങ്ങളെല്ലാം ഒട്ടനവധി ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ പല ആളുകളും ഇന്ന് കാണാൻ അറിയാത്തതാണ്. ഇപ്പം നമ്മളൊക്കെ ദിവസങ്ങളോളം കണ്ടുകൊണ്ടിരുന്ന ആളുകൾ നമ്മൾ ഇതൊക്കെ കേട്ട ഉടനെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് പലരും ഇന്നില്ല. പല കുടുംബങ്ങളും ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഇന്നിപ്പോൾ ഞാൻ സൂചിപ്പാറയുടെ സ്ഥലങ്ങളിലൊക്കെ പോയ സമയത്ത് വളരെ ശൂന്യമാണ്, അവിടെ ആരുമില്ല.
അപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ നമുക്കിനിപ്പം ഇപ്പോൾ ടൂറിസത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയനാടിൻ്റെ ഒരു ചെറിയൊരു സൈഡിലാണ് ടൂറിസം എഫക്റ്റ് ചെയ്തെങ്കിലും സ്വാഭാവികമായിട്ടും വയനാട് എന്ന ഒരു പ്രദേശം മുഴുവനുമായിട്ടും തകർന്നു എന്ന രീതിയിലാണ് പ്രചരണങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കിനി അതിജീവനം നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന ഘടകമാണ്. സ്വാഭാവികമായിട്ടും ഈ ആളുകൾക്ക് തിരിച്ചു വരണം. ഇപ്പം 900 കണ്ടിയിലൊക്കെ 200-250 ജീപ്പ് ഡ്രൈവർമാരുണ്ടായിരുന്നു. ആ ആളുകളാണ് ഇന്ന് സന്നദ്ധ പ്രവർത്തകരായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ടും എൻ്റെ നാടിനെ തിരിച്ചെടുക്കണം എന്ന ഒരു കാരണം കൊണ്ട് പല ആളുകളും നമുക്കവിടെ കാണാൻ കഴിയും. ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടൂറിസവുമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായും ഇനിയൊരു ടൂർ പാക്കേജ്, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള, കഴിഞ്ഞ കുറച്ചായിട്ട് വയനാടിനെ സംബന്ധിച്ച് നമ്മൾ വാർത്തകൾ കേൾക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വന്യജീവി പ്രശ്നങ്ങൾ. ഈ വന്യജീവി പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും വയനാടിനെ ബാധിച്ചത് മുതൽ അന്ന് മുതൽ സൂചിപ്പാറ ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. വയനാട്ടിലെ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുകയെന്ന് പറഞ്ഞാൽ ഏകദേശം 400-ലധികം കുടുംബങ്ങളെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. ഡയറക്റ്റായിട്ട്, ഇൻഡയറക്റ്റായിട്ട് അതിലധികം ആളുകൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് അതിജീവനത്തിന് വേണ്ടി ഈ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തുറന്നെടുത്ത് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും നമ്മൾ ഈ ഒരു അവസരത്തിൽ ടൂറിസം തുറന്ന ആളുകളെ കൊണ്ടുവരണം എന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യാനല്ല വേണ്ടിയാണ്, ആളുകളുടെ അതിജീവനമാണ് ഞങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ ആളുകൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഗവൺമെൻറ് തല ഇടപെടലുകൾ അടിയന്തരമായിട്ട് വേണം. നൂറുകണക്കിന് ആളുകൾ, അത്ര നൂറുകണക്കിന് ആളുകൾ അവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അതായത് ജീപ്പ് ഡ്രൈവർമാരുടെ കാര്യം പറഞ്ഞു. ആ ജീപ്പ് ഡ്രൈവർമാരിൽ പ്രധാനമായും ആ ജീപ്പ് ഈ സമയത്ത് അവരുടെ അന്നം മുടങ്ങുന്നു അറിയുന്ന സമയത്ത് പോലും ഈ ജീപ്പുകൾ ഈ സമയം അത്രയും ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ചേട്ടനാണ് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നതാണ് അല്ലേ? ആദ്യ സമയത്ത് ഒരുപാട് ജീപ്പ് തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. അത് ഈ ദൗത്യത്തിന് അല്ലെങ്കിൽ ആൾക്കാരെ രക്ഷിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഉണ്ടായ സഹായം ചില്ലറയല്ല. അപ്പോൾ നിങ്ങളുടെ സഹായം ഈ മേഖലയിൽ വലിയ അസാധ്യമായ ഉപകാരം ഉണ്ടാക്കി. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു. ഇത് പൊട്ടിയപ്പോൾ തന്നെ നമ്മുടെ 900 കണ്ടി ഗ്രൂപ്പുണ്ട്, ജീപ്പ് ഡ്രൈവർമാരുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഓൾറെഡി വിവരം അറിയിച്ചിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ഡ്രൈവർമാർ നമ്മുടെ വണ്ടിയായിട്ട് അവിടെ വന്നു. 900 കണ്ടിയിലെ എല്ലാ ഡ്രൈവർമാരും വണ്ടി എടുത്ത് അവിടെ വന്നു. ആ രാത്രി തന്നെ മേലും കീഴും നോക്കാം. അത് ഇവിടുന്ന് അവർക്ക് ഒരുപാട് പേർക്ക് ഇവിടുന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മരം വരുന്ന വഴിക്കൊക്കെ മരം വീണിട്ട് ഫയർഫോഴ്സ് അത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ വന്നത്. അവരും വളരെ റിസ്ക് എടുത്തിട്ടാണ് അവിടെ എത്തിയത്. കുറച്ച് ലേറ്റായി പോയെങ്കിലും ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയത് പാലത്തിൻ്റെ അപ്പുറത്താണ്. നമ്മളെ പൊട്ടിപ്പോയ പാലത്തിൻ്റെ അപ്പുറത്താണ്. അപ്പുറത്ത് ഞങ്ങളൊരു 4 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. 4 വണ്ടിയിൽ ഞാനും സോബിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പിന്നെ സൈലേഷ്, പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ജ്യോതി പ്രകാശ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു ക്യാമ്പർ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി. പുള്ളിയുടെ അപ്പോഴത്തെ ഒരു ഇടപെടലാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇറങ്ങി പുറപ്പെട്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കും വലിയ ഭയം ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പൊട്ടിൽ തന്നെ നമുക്ക് നിലം കുലുങ്ങുന്ന അവസ്ഥയിലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ കൊച്ച് ജനിച്ച ദിവസമായിരുന്നു അന്ന്. ഈ ജനിച്ച ദിവസം പുത്തുമല പൊട്ടിയായിരുന്നു. ഇപ്പോൾ നാളെ പുത്തുമലയുടെ വാർഷികം. അതെ. അപ്പോൾ ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കാണുന്ന സോബിനെ കണ്ടപ്പോഴാണ് നമുക്ക് ലക്ഷോട് ധൈര്യം വന്നത്. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കൈയിലേക്ക് പോയി. മുണ്ടക്കൈയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചളി പുരണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു പയ്യൻ ഉടുതുണി വരെ ഇല്ലാതെ, ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ വീട്ടുകാരും മണ്ണിനടിയിലാണ്, ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അടുക്കാൻ അത്രയും ചളി എന്ന് പറഞ്ഞാൽ സാറേ ഞങ്ങൾ ഇറങ്ങിയത്. അതെ, നമുക്ക് അങ്ങോട്ട് ഒന്നും കൊടുക്കാനും പറ്റില്ല. നമ്മളടുത്ത് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്ത HMLൻ്റെ മാനേജർ അവർക്ക് നമുക്ക് അത്രയും കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേ രാത്രി നമുക്ക് ഡീസൽ തന്ന് സഹായിച്ചു. പിന്നെ നമുക്ക് നല്ലൊരു പ്രചോദനം തന്നു. പേരെന്തായിരുന്നു അവിടുത്തെ? അജീഷ് സാറ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മെഡിസിൻ ആണെങ്കിലും നമ്മളവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ പക്കത്തേക്കായിരുന്നു. അപ്പം തന്നെ നമ്മൾ ഒരു ഫസ്റ്റിലത്തെ പൊട്ടും രണ്ടാമത്തെ പൊട്ടും നമുക്ക് ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഗ്യാപ്പാണ് വരുന്നത്. ആ ഗ്യാപ്പിനുള്ള ഞങ്ങളൊരു 140-150 പേരെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ചളി പുരണ്ട അവസ്ഥയിലുള്ള, പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാല് പൊട്ടിയത്, കൈ പൊട്ടിയത്, കണ്ണ് പോയവർ, അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഞങ്ങളവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ വെച്ചു. പിന്നെ അപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടുന്നത്.
രണ്ടാമത്തെ പൊട്ട് പൊട്ടുമ്പോൾ എനിക്കൊരു 8 മാസമായ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ എടുത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ 120 പേരും എടുത്തുകൊണ്ട് ഞങ്ങൾ ചായച്ചെടിയുടെ മണ്ടയ്ക്ക് പോയപ്പോൾ അവിടെ നിന്നും പിന്നെയും സൗണ്ട് കൂടാൻ തുടങ്ങി. അപ്പം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി, ബംഗ്ലാവ് അവിടെ HMLൻ്റെ ബംഗ്ലാവ്, മാനേജറുടെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ ബംഗ്ലാവിൽ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അവരെ സുരക്ഷിതമാക്കി നിർത്തി. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാലും കൈയും വിറയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ലൈവ് നമ്മൾ മണ്ണിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ചേട്ടാ രക്ഷിക്കണം. ഓരോ കുഞ്ഞുങ്ങൾ 2 വയസ്സായ കുഞ്ഞ് അവിടുന്ന് മലവെള്ളത്തിൽ ഒലിച്ചു വന്നിട്ട് സ്കൂളിൻ്റെ മുമ്പിൽ കിടക്കുന്നത്. അങ്ങനെ നമുക്ക് അന്നേ ദിവസം തന്നെ നമുക്ക് രാത്രി തന്നെ നമുക്ക് ഒരു 12ഓളം ബോഡി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ മാർഗ്ഗമില്ല. ഇത് എവിടെ കൊണ്ടുപോയി വെക്കും ഒന്നും അറിയുന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി വരികയാണ് പിന്നെയും. അപ്പം നമുക്ക് ആകെ ഭയമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താക്കി, ആ ബോഡികൾ അവിടെ തന്നെ സ്കൂളിൻ്റെ പരിസരത്തും പിന്നെ പാടികളിലൊക്കെ സുരക്ഷിതമാക്കി വെച്ചു. എന്നിട്ട് ഞങ്ങൾ എന്താക്കി, പുലർച്ചെ ആയപ്പോൾ ഒന്ന് ഇരുടായി, ഒന്ന് നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബോഡി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ തന്നെ വെച്ച്. പിന്നെ ഫയർഫോഴ്സിന് എടുത്തു പറയേണ്ടത്, ഫയർഫോഴ്സുകാർ അവിടെ നിന്ന് കയറിട്ടിട്ട് ആദ്യം ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കടന്ന് നമ്മളുണ്ടായിരുന്നു വടം വലിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഇപ്പുറത്തോട്ട് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബോഡികൾ നമ്മൾ കണ്ടതാണ്. പിന്നെയാണ് കേരളം കാര്യങ്ങൾ കാണുന്നത്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ നേരത്തെ പറഞ്ഞു, ഇവരെല്ലാം കേരളത്തിന്റെ നായകന്മാരാണ്. അപ്പോൾ ഈ വയനാടിൻ്റെ ദുരന്തകാലം കഴിഞ്ഞാൽ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി സംസ്ഥാന സർക്കാർ ഒരു വലിയ ചടങ്ങ് നടത്തി ആദരിക്കേണ്ട മനുഷ്യർ കൂടിയാണ് ഇവിടെ. അത്രത്തോളം കഠിനാധ്വാനം ചെയ്തവരാണ് ഒരു നാടിന് വേണ്ടി. ആ നാടിലെ മനുഷ്യർക്ക് വേണ്ടി വ്യക്തിപരമായ നേട്ടങ്ങൾക്കൊന്നുമല്ല, നാടിന് വേണ്ടി നാടിന്റെ മനുഷ്യർക്ക് വേണ്ടി ചെയ്തവരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട്ടിൽ തന്നെയാണ്. വയനാടിന്റെ വേദനാനുഭവങ്ങൾ പിന്നെയും നമ്മൾ പങ്കുവെക്കുകയാണ്. വയനാടിന്റെ മുന്നോട്ടുള്ള വഴി എങ്ങനെയാവണമെന്ന് നമ്മൾ ചെറിയ ചർച്ചകൾ തുടങ്ങി വെക്കുകയാണ്. ഇപ്പോൾ 2 അംഗനവാടി ടീച്ചർമാർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ദുരന്തമുഖത്തുള്ള ഏത് സേവനവും മഹനീയമാകുന്നത് ഈ ഒരു മഹാദുരന്ത കാലത്ത് നാട് അത്രത്തോളം പകച്ചിരുന്നൊരു കാലമായതുകൊണ്ട് 2 അംഗനവാടി ടീച്ചർ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഖദീജ. എൻ്റെ പേര് ലീല. ഇപ്പൊ ഈ നേരത്തെ മോർച്ചറിയിലൊക്കെ ഒരുപാട് സഹായിച്ചു. നമ്മൾ മോർച്ചറിയിൽ വാഷ് ചെയ്ത് വരുന്നു, നമുക്ക് മോർച്ചറിയിലേക്കാണ് ഇവിടെയാണ് കിട്ടുന്നത്. ഇൻക്വസ്റ്റിലാണ് ഞങ്ങൾ ചെയ്തത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നിടത്ത് പോലീസുകാരുടെ കൂടെ നമ്മൾ നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവരെ സഹായിച്ചുകൊണ്ടും പിന്നെ അവർക്ക് എല്ലാ അളവും പിന്നെ മുറിവുകളുടെ അളവ് എടുത്തു കൊടുക്കുക, അത് കെട്ടഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ വീണ്ടും നമ്മളത് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഒരു 98ഓളം ബോഡികൾ നമ്മളെ കയ്യിലൂടെ കുഞ്ഞുങ്ങളുടെ കാണുമ്പോൾ നമ്മൾ തകർന്നു പോകുമെങ്കിലും ഈ സമയം നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതാണല്ലോ എന്നോർത്ത് നമ്മൾ അതിന് അവരെ കൂടെ തന്നെ നമ്മൾ സമയമൊന്നും നോക്കാതെ രാവിലെ വന്ന് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവാറ് 5 ദിവസം. അപ്പോൾ അത്രയും നമ്മൾ അതിനു വേണ്ടി നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ മുപ്പൈനാട് പഞ്ചായത്തിൽ നിന്ന് പിന്നെ 6ാം വാർഡിൽ നിന്നാണ് അംഗൻവാടി ടീച്ചർ, ബഡേരി വളവ് എന്ന് പറയും, അവിടുത്തെ അംഗൻവാടി ടീച്ചറാണ് ഞാൻ. അപ്പോൾ നമ്മൾ പിന്നെ സേവന മേഖലയിലാണ് ഞങ്ങൾക്കൊക്കെ പിന്നെ ഡ്യൂട്ടി ഇട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ സഹായം വേണ്ടത് എന്ന് ഓർത്തിട്ട് അവിടെ വരുന്നവരെ സമാധാനിപ്പിക്കാനൊക്കെ ആദ്യം നിന്നു. പിന്നെ അവിടെയല്ല പിന്നെ വേണ്ടത്, അപ്പുറത്തേക്ക് ഞങ്ങൾ മാറി. അങ്ങനെ ഈ ദിവസം വരെ ഇന്നും 2 പിന്നെ ബോഡി വന്നിരുന്നു. അതിനൊക്കെ നമ്മളിന്ന് വരുന്നവരെ അതും ചെയ്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ എല്ലാം ചെയ്തു കൊടുക്കാൻ പിന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പുരുഷനോ സ്ത്രീയോ എന്നില്ലാതെ നമ്മൾ ചെയ്തു. പിന്നെ 2ാമത്തെ ദിവസം മുതൽ ഫീമെയിൽ വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിന്നു. പിന്നെ എല്ലാം ഈ ബോഡി പാർട്സുകളും അങ്ങനെയൊക്കെ വരുന്ന പിന്നെ എല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാരണം പോലീസാണെങ്കിലും മറ്റുള്ള ഭാഗത്തു നിന്ന് ഓരോ സ്ഥലത്തു നിന്ന് മാറി വരുന്നവരാണ്. അതുപോലെ തന്നെ നമുക്ക് ലോഡിങ്ങുകാർ പല സ്ഥലത്തു നിന്ന് വന്നിരുന്നു. എടുത്തു പറയാനുള്ളത് ഇപ്പോൾ നമ്മളുടെ അസിയും ഈ മുനവീറും കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അവരൊക്കെ ഈ ദിവസം വരെ ബോഡി വാഷ് ചെയ്യാനും ആ മേശയിലേക്ക് എത്തിക്കാനും എല്ലാം നമുക്ക് സഹായിച്ചിരുന്നു. അപ്പം അവരെ ഒപ്പം, കാരണം നമ്മുടെ വയനാടിനോടൊപ്പം ഞങ്ങളുമുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ അവർ നന്നായിട്ട് ഇതിനോട് ഉണ്ടായി. ഞാൻ അറിഞ്ഞു വന്നാണ്, അന്ന് തന്നെ പോകുന്നതാണ്. ഉച്ചയ്ക്ക് പോകുന്ന വെളുപ്പിന് ഇവിടെ എത്തി. അന്ന് മുതൽ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വരില്ലേ എന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ നമുക്കറിയാം വളരെ സൗഹാർദ്ദമായി മുന്നോട്ട് പോകുന്ന ഒരു ജനങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, സംഘടനകളില്ല, എല്ലാവരും ഒന്നിച്ച്. ഇപ്പം എന്നെ ഇവിടെ കെയർ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ പോലും എന്നെ വളരെ രീതിയിലാണ് ഒരു കെയർ ചെയ്തിരുന്നത്. ഇപ്പം തന്നെ എൻ്റെ ബാക്കിലേക്കുന്ന ജംഷീർ, ബാദുഷ, ഇവരൊക്കെ ഈ നാട്ടുകാരാണ്. ഞങ്ങൾക്കിവിടെ ആരും പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ വരുന്നത് തന്നെ. ഈ മേപ്പാടി ഈ ഭാഗത്ത് എനിക്ക് ആരും പരിചയക്കാരില്ല. അത് വന്ന് നാടിൻ്റെ സ്നേഹം, ഒന്നത് നാടിൻ്റെ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുന്ന് ഞാനിപ്പോൾ മിനിയാന്ന് പോകേണ്ട ആളായിരുന്നു. പക്ഷേ
ഇവിടുന്ന് വിടാത്ത കുറേ മുഖങ്ങളുണ്ട്. ഒന്ന് റഫീഖക്ക, അതുപോലെ തന്നെ സുബൈർക്ക, അവരൊക്കെ ബോഡി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം തന്നെ ഇവർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ധനസഹായം നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. കാരണം അവർക്കൊന്നുമില്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇനി ഒരു പിടിച്ചു കയറാനായിട്ട് അവർക്ക് അതുകൂടാതെ അതെ ഈ എന്താണ് ഒരുപാട് വാടക വീട് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് വാടക വീട് ഇപ്പം മാത്രമല്ല ക്യാമ്പിൽ എത്ര പറ്റുന്നില്ല. അപ്പോൾ സർക്കാർ മാത്രം വിചാരിച്ച ഒരു പക്ഷേ ഈ പറഞ്ഞ് അതിനുവേണ്ടി വാടക വീട് വയനാട് ഉണ്ടോ എന്ന് അറിയില്ല. ഒരു പരിഹാരം അപ്പം എന്താ ഉള്ള ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞപ്പോൾ മുതൽ നമ്മളോട് ബന്ധപ്പെടുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പം നല്ല മനസ്സുള്ള മലയാളികൾ, നമുക്കറിയാലോ മലയാളിക്കൊരു വിഷയം വന്നാൽ തീർച്ചയായിട്ടും മലയാളി സമൂഹം അതിനവസരത്തിനൊത്ത് ഈ പ്രതികരിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നല്ല മനസ്സുള്ള ഇപ്പം കർണാടകയിലുള്ള വിജയനഗർ മലയാളി കൾച്ചർ അസോസിയേഷൻ അവരോട് വന്ന് ഇവിടുത്തെ ക്യാമ്പുകളൊക്കെ കണ്ടതിന് ശേഷം ഒരു 10 കുടുംബങ്ങളെ ഒരു വർഷത്തെ വാടക നൽകിയിട്ട് അവർക്ക് താല്പര്യമുള്ള ഫ്ലാറ്റുകളിലോ വീടുകളിലോ ഒക്കെ താമസിപ്പിക്കാനുള്ള മുഴുവൻ ചെലവുകളും അഡ്വാൻസായി കൊടുത്ത് അത് ചെയ്യാനവർ അതിൻ്റെ പ്രസിഡന്റ് സുനിൽകുമാറും ജനറൽ സെക്രട്ടറി ഗോപകുമാർ, അതുപോലെ അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ മുജീബ്, സന്ദീപ് ഇവരെ നമ്മളെ അറിയിച്ചിട്ട് അവരതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ആവശ്യമായ ഫ്ലാറ്റുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ 10 കുടുംബങ്ങൾക്ക് ഒരു വർഷം ഫ്രീ ആയിട്ട് അവരെ ചെലവിൽ വാടക ഇല്ലാതെ ഒരു ഭയപ്പാടില്ലാതെ സർക്കാർ ഏകദേശം ഒരു വർഷം കൊണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ആ ഒരു വർഷം ഇവരെന്തായിട്ടുണ്ട് വാഗ്ദാനം ചെയ്തത്. അത് നല്ല ഒരു ആ സംഘടന നമ്മൾ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ UAE പ്രവാസി മലയാളി വയനാട് ചാപ്റ്റർ അവരും ഇതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റ് നിബു ബിജു ഇവരും നമ്മളോട് ഒരു 15ഓളം കുടുംബങ്ങളുടെ ഒരു വർഷത്തെ വാടക കൊടുത്തിട്ട് അവരെ ഒരു ഏതെങ്കിലും ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അതും അവരും ഏറ്റെടുത്തിട്ടുണ്ട്. ആ സംഘടനയും നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നത്. ഇതുപോലത്തെ കുറേ ആളുകൾ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. നാളെയൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. അവർ വന്ന് മാക്സിമം ആളുകളെ നമ്മൾ ഇതുപോലെ അക്കോമഡേറ്റ് ചെയ്ത സർക്കാർ ഫ്ലാറ്റും വീടുകളും മാക്സിമം ക്വാർട്ടേഴ്സുകളും കിട്ടാവുന്ന വീടുകളെല്ലാം നമ്മൾ അരിച്ചുപാക്കി എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ആളുകളായിട്ടും കോൺടാക്ട് ചെയ്തിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേതായാലും പരിസര പ്രദേശങ്ങളിൽ കുറച്ച് ദൂരത്താണെങ്കിലും സംഭവം കിട്ടും. ആർക്കുള്ള ഭയപ്പാട് എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തികം ആരും വയ്ക്കും. കാരണം ഉടുതുണി ഇല്ലാതെ ഓടി വന്ന ആളുകളാണ്. അവർക്കുള്ള പ്രശ്നങ്ങൾ ഇതാണ്. കുറച്ചാണെങ്കിൽ അവർ താമസിക്കാൻ തയ്യാറാണ്. ഈ സാമ്പത്തികം മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിനൊരാൾ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലത്തെ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആളുകളൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ തന്നെ അവരിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും. എല്ലാവരും കൂടി ഒന്നിച്ചാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കുന്നത്. കർണാടക മലയാളി അങ്ങനെയാണ്. കർണാടക വിജയനഗർ മലയാളി കൾച്ചർ അസോസിയേഷൻ, വിജയനഗർ മലയാളി കൾച്ചർ അസോസിയേഷൻ, പിന്നെ UAE വയനാട് ചാപ്റ്റർ. ഈ 2 സംഘടന ഇപ്പോൾ നമ്മളോട് ഈ ഒരു ഇത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവരത് അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ. അപ്പോൾ ഒരു 19 വീടുകളിൽ ഒരു 19 പേർക്കുള്ള വീടായിട്ടുണ്ടോ? 25 വീട് ആണല്ലേ. ഒരു 25 വീടിന്റെ ഒരു ഓഫർ കിട്ടിയിട്ട് അത് നാളെ കൺഫർമേഷൻ നാളെ കിട്ടുള്ളൂ. ഏകദേശം 10-50ഓളം ആളുകൾക്ക് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഒന്ന് വിജയനഗര മലയാളി അസോസിയേഷൻ കുറച്ച് വീടുകൾ, UAE വയനാട് ചാപ്റ്റർ കുറച്ച് വീടുകൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ പ്രതിസന്ധി ആ മേഖലയിലുണ്ട്. സർക്കാർ സംവിധാനങ്ങൾക്ക് കുറവ് പറയല്ല, പക്ഷെ അവർ മാത്രം വിചാരിച്ചാൽ ഇത്രത്തോളം 10,000-4,000-ഓളം അല്ലേ ക്യാമ്പുകളിൽ 4,000-ഓളം ആളുകളുണ്ട്. 3-4 സ്ഥലത്തായിട്ട് ആളുകളുണ്ട്. അപ്പോൾ അത്രയും 4,000-ഓളം അധികം ആളുകളുടെ വാടക വീട് സംഘടിപ്പിക്കലും അതിനുവേണ്ടി പണം കൊടുക്കലും പക്ഷേ പറ്റിയെന്ന് വരില്ല. കൂടുതൽ നന്മയുള്ള മനുഷ്യർ ഇതുപോലെ മുൻ മെമ്പർ ശ്രീ കലാം പറയുന്നത് പോലെ കൂടുതൽ നന്മയുള്ള മനുഷ്യർ മുന്നോട്ടേക്ക് വന്നാൽ അത് കുറച്ചുകൂടി എളുപ്പമാകും. അവരുടെ ക്യാമ്പിൽ നിന്ന് എന്താണ് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റം കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും. നമ്മുടെ പ്രേക്ഷകരെ അങ്ങനെ ഓരോരോ സജഷൻസും അനുഭവങ്ങൾ ഓരോരുത്തർ പറയുകയാണ്. മാത്രമല്ല ഈ വാടക വീട് ഏറ്റവും അടിയന്തരമായി വേണ്ടത് ആവശ്യം അതാ ഇപ്പോൾ ഒരു സ്ഥിരം പുനരധിവാസം എന്നുള്ളത് കുറച്ച് അല്പം വൈകാനിടയുള്ള സംഗതിയാണ്. വാടക വീട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ പൊന്നിൻ എന്ന ചേട്ടനുണ്ട്. ചേട്ടാ ഏറ്റവും കൂടുതൽ പുഞ്ചിരിവട്ടം വീട് പോയി, ചുറ്റുമുള്ള എല്ലാ വീടുകളും പോയി, എല്ലാ ആൾക്കാരും പോയി. എൻ്റെ സുഹൃത്തുക്കൾ പോയി, ഈ പറഞ്ഞ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ പോയി, കൂട്ടുകാരുകൾ പോയി, എല്ലാവരും മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി ഇപ്പം നമ്മൾ ജീവിക്കുക എന്നും മാത്രമേ ഉള്ളൂ. ഒരു നിർഭാവം കാണുന്നില്ല. ഞാൻ അവരെ കാണാൻ കിട്ടുന്നില്ല. ബോഡി വരുമ്പോൾ നമ്മൾ ഓടും. നമ്മൾ സുഹൃത്തുക്കളുണ്ടാവും ഉണ്ടോ എന്ന് പറയും. ഇന്ന് അതുപോലെ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. കാരണം ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. അതുപോലെ ഇനി ആർക്ക് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് ആരും ഒന്നും പറയാൻ കഴിയില്ല. അത്രയും ദുഃഖത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇനിയിപ്പോൾ ആ ദുഃഖത്തോടു കൂടി നമ്മൾ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോകാനായി. ഇന്നോ നാളെയോ പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്നു.
പോയി കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ എവിടേക്ക് പോകും? ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ നിന്ന് കോടികൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഒരു വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇത് അവർ കഴിഞ്ഞ 2019 ഉരുൾ പൊട്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ സുകുമാരൻ എന്ന് പറഞ്ഞ ആൾക്ക് കണ്ടിരുന്നു, അവന് വീട് കിട്ടിയിട്ടില്ല. അതുപോലെ ഇനി ആയി പോകുമോ എന്നൊരു പേടി ആൾക്കാർക്കുണ്ട്. അതില്ലാതിരിക്കണമെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നാളെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒന്നുമില്ല, ഉടതുണിക്ക് മറുതുണിയിൽ അർദ്ധരാത്രി 1:10 ഉരുൾ പൊട്ടി. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ വീണ്ടും പൊട്ടുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റോട്ടിലേക്ക് എത്തി. കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉരുതടിക്ക് വെള്ളം എല്ലാം ലൈവായിട്ട് കാണുക. ഒന്നുമില്ല. ഈ നിമിഷം വരെ നമുക്കൊരു ഷേവ് ചെയ്യാനായിട്ടോ എന്തിനെങ്കിലും 1 രൂപ ആരും കൊണ്ടുതരാനില്ല. നമ്മളെ സുഹൃത്തുക്കളിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഗവൺമെൻറ് ഇന്ന് വരെയായിട്ടും ആരും തന്നെ ആ ഭാഗങ്ങളിലേക്ക് ചിന്തിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തരുമോ? വീടുണ്ടാകുമോ? ഉണ്ടാകുമോ? ഇല്ലേ? ഒന്നും തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കോടികൾ കിട്ടിയിട്ടുണ്ട്, 1-2 പണങ്ങളല്ല. ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം, ഇത്ര കോടി ഇത്ര വിട്ടിട്ടുണ്ട്, ഇന്നാൾ ഇത്ര കോടി വിട്ടിട്ടുണ്ട്, മോഹൻലാൽ ഇത്ര വിട്ടിട്ടുണ്ട്, മമ്മൂട്ടി ഇത്ര വിട്ടിട്ടുണ്ട്, സുരേഷ് ഗോപി ഇത്ര വിട്ടിട്ടുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ആ പണം നമുക്ക് എത്രയും വേഗം ഉപകരിച്ചുകൊണ്ട് ചെയ്താൽ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതാണ് എന്താണ് മുന്നോട്ടുള്ള നോട്ടത്തിൽ ഇവരുടെ ഒക്കെ മുന്നിൽ ഇരുട്ട് മാത്രമാണ്. ഇവർ വയനാട്ട് ഇരുട് എന്നാണ് പറയുക. ഇരുട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇരുടിനെ മാറ്റിക്കൊടുത്ത് വെളിച്ചമാക്കി കൊടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. അത് വൈകാൻ പാടില്ല, അടിയന്തരമായി ചെയ്യണമെന്ന് ഈ പാവങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതായത് ഇവിടുത്തെ ഒരു മുതിർന്ന CIT പ്രവർത്തകനാണ്. എന്താണ് ഒരു മുതിർന്ന ആളിൻ്റെ പക്വതയിൽ ആരും പറയാതെ കോർഡിനേഷൻ, ആ സമയത്തെ രക്ഷാദൗത്യത്തിൻ്റെ കോർഡിനേഷനൊക്കെ സ്വയം ഏറ്റെടുത്ത് നടപ്പാക്കിയ ആളാണ്. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് സയ്യിദ്. ഞാൻ CIT തൊഴിലാളിയാണ്. 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെയും മലയാളികളെയും ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു ഉരുൾപൊട്ടലാണ്. നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ദുരന്തമാണ് നമ്മൾ നേരിടേണ്ടി വന്നത്. അത് 30-ാം തീയതി രാവിലെ പുലർച്ചെ ആണ് സംഭവിക്കുന്നത്. നമ്മൾ അറിയുന്നത് 6 മണി ആയിട്ടുണ്ട്, 5-5:30-6 മണി ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എല്ലാ ആളുകളെയും വിവരം അറിയിച്ച് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലേക്കും നമുക്ക് പറ്റാവുന്ന വളണ്ടിയർമാരെ നമ്മൾ സെറ്റപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാത്രി തന്നെ എല്ലാവരും സെറ്റപ്പ് ചെയ്തു. 10-100ഓളം വളണ്ടിയർമാരെ നമുക്ക് ആ സമയത്ത് മേപ്പാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ 6 മണിക്കാണ് ഞാൻ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. പഞ്ചായത്തിലേക്ക് എത്തുമ്പം നമുക്കൊരു സെക്രട്ടറിയും സൂപ്രണ്ടും പിന്നെ കുറച്ച് മെമ്പർമാരേ ഉള്ളൂ. അവരെന്ത് ചെയ്തു? അവർ പരിഭ്രാന്തരാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. അങ്ങനെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. എൻ്റെ നമ്പർ ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നുള്ള അറിയില്ല. ഉടനെ കലക്ടറുണ്ട് വിളിക്കുന്നത്. ആ സമയത്ത് കലക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യണം, നമുക്ക് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് ബോഡി ഒരു 10-500 ബോഡിയോളം നമുക്ക് വരും. അപ്പോൾ ഫ്രീസർ വേണം, ജനറേറ്റർ വേണം, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഫ്രീസർ കിട്ടാൻ എവിടെയൊക്കെ നമുക്ക് ഫ്രീസർ കിട്ടുന്നുള്ളത് ചോദിച്ചു. അങ്ങനെ നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ കലക്ടറോട് നേരിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വയനാട് ജില്ലയിലെ ഒട്ടുമിക്ക ഡോക്ടർമാർ വന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ പിന്നൊക്കെ ചെയ്തു. ആ മണിക്കൂറുകളായിരുന്നു ഏറ്റവും പ്രധാനം. ആ മണിക്കൂറുകളിൽ രക്ഷാദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയവരാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ് എന്നറിയാത്ത സമയത്ത് അവരുടെ ജീവൻ പോലും നഷ്ടമാകുമോ എന്ന ഭീതി നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ വാർ ഹീറോസിൽ ഇവരൊക്കെ എന്തായാലും ഉൾപ്പെടും. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ നേരത്തെ ഇടവേളയ്ക്ക് പറയായിരുന്നു ഇവിടെ ഒരുപാട് പ്രവാസികൾ വയനാടുണ്ട്. അവർ ഗൾഫിലാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് വീട് തുറന്നു കൊടുത്തൂടെ അല്ലേ? അതായത് ഞാൻ വരുന്നത് നെടുമ്പാല എന്ന സ്ഥലത്താണ്. എൻ്റെ ഉറ്റവരുടെ ഒരു ചൂരൽമലയാണ്. 28ഓളം ആളുകൾ മരിച്ച കുടുംബത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചേച്ചിയേട്ടനെ എല്ലാവരും പോയി. പക്ഷെ എനിക്ക് ഈ പ്രവാസി ആളുകൾ, അതായത് വീട് പൂട്ടി പുറത്തു പോയത്, വയനാട്ടിൽ നിന്ന് പുറത്തു പോയവർ 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വയനാട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാണ്. ആ ആളുകൾ ഒരു 6 മാസത്തേക്കെങ്കിലും വീട് തുറന്ന് ഈ വീടില്ലാത്ത ആളുകൾക്ക് ഒന്ന് കൊടുക്കാൻ തയ്യാറാകണം. എല്ലാവരും തയ്യാറായതിന് നമ്മുടെ വയനാട്ടിലെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ വിഷയം അവിടെ തീർന്നു.
എനിക്ക് പറയാനുള്ളത്. അത്ര ആൾക്കാരുണ്ടോ? അത്ര ആൾക്കാർ ഉണ്ടാവുന്നതാണ്. ഞാനൊരു തൊഴിലാളിയാണല്ലോ. അപ്പം നമ്മളെല്ലാ വീടുകളിലും പോകും, കുറേ വീട്. അവിടെ തന്നെ ഒരു 10-50 വീടുകൾ അടഞ്ഞടക്കുന്നുണ്ട്. അങ്ങനെ 50 വീട് തുറന്നു കൊടുക്കുകയാണെങ്കിൽ 50 വീട്ടുകാർക്കായില്ലേ? അങ്ങനെ ഈ ഒരു പഞ്ചായത്തിൽ അടുത്ത പഞ്ചായത്തിൽ ഉണ്ടാവുമല്ലോ, തൊട്ട് പഞ്ചായത്തുകളിലും മുഴുവൻ ഉണ്ടാവും. നല്ലൊരു നിർദ്ദേശമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രവാസികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, വയനാട്ടുകാരെ പ്രവാസികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വർഷത്തേക്ക് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വീടൊന്ന് തുറന്നു കൊടുത്താൽ നിങ്ങളുടെ സഹജീവികൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരപ്പെടുമെന്ന് പറയുന്നു. പക്ഷെ അത് മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നുകൂടാ. ഏറ്റവും പെട്ടെന്ന് വാടക വീടുകൾ തയ്യാറാവണം. ഏറ്റവും പെട്ടെന്ന് ഈ പറഞ്ഞ ചൂരൽമല മോഡൽ, രാജ്യം ശ്രദ്ധിക്കുന്ന ചൂരൽമല മോഡൽ എന്ന് മന്ത്രിമാർ പറയുന്ന, സർക്കാർ പറയുന്ന ആ സംവിധാനം താമസം വിന അത് പെട്ടെന്ന് സെറ്റാവണം. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ച് അവരൊക്കെ പറയുന്നു പുത്തുമല പോലെ ആവരുതെന്ന് പറയുന്നു. എന്താണ് പുത്തുമല പോലെ ആകരുത് എന്ന് പറയാനുള്ള കാരണമെന്ന് പരിശോധിക്കണം. അതിനെ വിമർശനാത്മക ബുദ്ധിയോടുകൂടി തന്നെ സമീപിക്കണം, കാര്യങ്ങൾ പരിഹരിക്കണം. വയനാട് അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ മേപ്പാടിയിൽ നിന്ന് തൽക്കാലം വിട പറയുകയാണ്.